ഇത് നമ്മളെ ഒരു അൺബോക്സിംഗ് ആണ്. നമ്മുടെ പാക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഒരു മീഡിയം സൈസിൽ നിന്ന് പറയാൻ പറ്റും. ബിഗും അല്ല സ്മോളും അല്ല. സ്മോൾ എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഞാൻ സ്മോൾ പ്രോഡക്ട്സ് സ്മോൾ പെട്ടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ പെട്ടി ചെറുതായിരിക്കും. പക്ഷേ സാധനം പറ്റാൻ കേട്ടോ. വലിയ സാധനം അങ്ങനെയല്ല, വലിയ സാധനം ഒന്നുമല്ല, അത്യാവശ്യം. അപ്പം നമുക്കിത് പോസ്റ്റ് നോക്കാം. കാരണം ഞാൻ തന്നെ കണ്ടിട്ടില്ല എങ്ങനെയായിരിക്കും സാധനങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പോൾ എത്ര വലുതുണ്ടാവും എന്നൊക്കെ. സംഭവം എന്താണെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? സംഭവം എന്താണെന്നല്ലേ സംഭവം എന്താണെന്നല്ലേ അപ്പോൾ വേറെ നല്ലൊരു സെൽഫി സ്റ്റിക്കാണ്. സെൽഫി സ്റ്റിക്കല്ല, എനിക്കൊരു വീഡിയോ സ്റ്റാൻഡാണ്. എന്താ വെച്ചാൽ ഞാനിപ്പം കുറേ കാലം പണ്ട് ഞാൻ കുറേ വ്ളോഗ്സ് ഒക്കെ ഇടാറുണ്ട്. എന്ന് വെച്ചാൽ വ്ളോഗ്സ് ആണെങ്കിൽ യൂട്യൂബിലല്ല, നമ്മുടെ സ്റ്റാറ്റസ് ഇടാറുണ്ട്. അങ്ങനെയാണ്. പണ്ടൊക്കെ എനിക്ക് അറിയില്ലായിരുന്നു എങ്ങനെ യൂട്യൂബ് തുടങ്ങണം എന്നൊക്കെ. പിന്നെ ചെറുതായിട്ട് ഞാൻ എന്ത് ചെയ്തു, നമ്മളൊരു വീഡിയോ എടുക്കാം. എന്ന് വെച്ചാൽ ഷോർട്സ് എന്ന് വെച്ചാൽ നമ്മളെടുക്കുന്നതല്ല, എല്ലാവരും നമ്മുടെ റീലിൻ്റെ ഷോർട്സ് എടുത്തിട്ട് സൈഡിൽ ആ പാട്ടുണ്ടാവില്ല, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ താഴത്തെ റെഡി ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്ത വീഡിയോ ഉണ്ടാവും. അങ്ങനെ പോയിട്ടിട്ടുണ്ട്. അത് അപ്ലോഡ് ആയിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ശരിക്കും അറിയില്ല. ഫ്ലിപ്കാർട്ടിൽ നിന്നാണോ എഫ് വെച്ചിട്ട് ഫേസ്ബുക്കിൽ ഫ്ലിപ്കാർട്ടിൽ കിട്ടും. അപ്പം എന്താ പറയുക, ഞാൻ തന്നെ കണ്ടിട്ടില്ല. കാരണം പിക്ചറിലല്ലേ, അത് എത്ര വലുതാവോ എത്ര ചെറുതാവുന്നൊന്നും നമുക്കറിയില്ലല്ലോ. ആ ഫ്ലിപ്കാർട്ട് കാണുന്ന പോലെയാണ്. അപ്പം ചിലപ്പോൾ സ്റ്റാൻഡൊക്കെ വെക്കുമ്പോൾ ഈ ടേബിളിലായിരിക്കും. കാരണം ഇവിടെ വെച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കുറച്ച് വലുതാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. പിന്നെ ഫിറ്റിങ്സ് ഒക്കെ കുറേ ആവുന്നേ, അതുകൊണ്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് ആയിരിക്കും. സ്റ്റിപ്സ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അൺബോക്സിങ് ചെയ്യാം. കൂടുതൽ ഞാൻ സംസാരിച്ചൊന്നും കിട്ടുന്നില്ല, നമുക്ക് ബോറടിക്കും സംസാരിച്ച് കഴിഞ്ഞാൽ. ഇതായിട്ട് കുറച്ച് കഴിഞ്ഞ് കറക്റ്റ് അവർ ഇതൊക്കെ തന്നിട്ടുണ്ടോ, ബോക്സ് ഉണ്ടോ, പോസൊക്കെ തന്നിട്ടുണ്ട്. ഇവിടെ എഴുതിൻ്റെ എനിക്ക് വെട്ടി കിടക്കും. ക്യാമറ ആണോ എനിക്കറിയില്ല. ഇതൊന്ന് വെട്ടിക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പം എനിക്ക് എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് ഇത് മുഖ്യം പറ്റുന്നില്ല. കാരണം കുറച്ച് കട്ടിയുണ്ട്. അതുകൊണ്ട് അമ്മയാണ് ഹെൽപ്പ്. അമ്മ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. വീട്ടിൽ വരാൻ മടിയാണ്. അതുകൊണ്ടാണ് അതൊന്നും വിടാതെ ഇരിക്കുകയാണ്. വീട്ടിൽ വരാൻ മടിയായതുകൊണ്ടാണ് കാണിക്കേണ്ട. അങ്ങനെ ഇപ്പോൾ നീ മാത്രം വീട്ടിൽ വന്നാൽ മതി പറഞ്ഞിട്ട് എൻ്റെ ഉള്ളിൽ തന്നെ ഇടാം. കാരണം എന്തെങ്കിലും ആവശ്യം ഉണ്ടാവുമല്ലോ. കളഞ്ഞു പോയിട്ട് അതിലേക്ക് സോറി ഗൈസ്, ഒരു മിനിറ്റ്. അപ്പോൾ ഗൈസ് ചെറുതായിട്ടൊക്കെ ഒന്ന് പൊളിച്ചു. കാരണം എനിക്ക് ഇതിങ്ങനെ ഊരി വന്നു, തൊട്ടുമ്പോൾ തന്നെ ഇങ്ങനെ ഊരി വന്നു. അത് ഉണ്ടാവാനുള്ള സൈഡിൽ മുറിച്ചാണ്. ജപ്പാനാണോ കൊറിയാണോ സെൽഫി സ്റ്റിക്ക് യൂസർ അങ്ങനെ എന്തോ ഇതാണ് സാധനം. ഇവിടെ എടുത്ത് വെക്കണം. എന്ത് വീഡിയോയ്ക്ക് നമ്മൾ വലിച്ചു നീച്ചെടുത്തായിരിക്കും. ഇതാണ് സാധനം. ഇതിനെ കുറച്ച് വലിയ ധാരണയൊന്നുമില്ല എനിക്ക്. എങ്ങനെയാണ് മറിക്കുന്നത് കൊടുക്കേണ്ടതെന്നുള്ളൂ. ഹലോ ഗൈസ്, അപ്പം നമ്മളുടെ പുതിയ വീഡിയോ മിനി സ്റ്റാൻഡ്.
നോക്കട്ടെ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല, അതുകൊണ്ടാണ്. ഓക്കെ ഗൈസ്, ഇതിന് ഒരു ബുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച ആദ്യം അത് വെച്ചിട്ട് എങ്ങനെ യൂസർ എന്നൊക്കെ തന്നിട്ട്, അപ്പം ഞാൻ ശ്രദ്ധിച്ചില്ല യൂസർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ബുക്ക് അമ്മയാണ് പറഞ്ഞത്. ഓക്കെ, പിന്നെ ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ സ്റ്റാൻഡ് പല ഹൈറ്റ് മോഡലിലും ആക്കാം. എങ്കിൽ ചെറുതായിട്ടില്ല ഈ എടുക്കാൻ പോകുന്ന അങ്ങനെയൊക്കെ പറഞ്ഞ് ശരിയാണ് മെയിൻ കഥ. ഇത് ഞാൻ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ അതിലൊക്കെ സെൽഫി ഇങ്ങനെ എടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ എനിക്കൊന്നും അത്ര ഇതിനിങ്ങനെ എടുക്കാൻ പറ്റും. കഴിഞ്ഞില്ല. ഇതിനെ ഇത്ര വലിച്ചു നോക്കാം. ഏകദേശം എൻ്റെ ഇതിൻ്റെ അത്രയുണ്ട്. നോക്കട്ടെ കേട്ടോ, കുറച്ചാക്കിയാൽ മതി, ഒറ്റയ്ക്ക് ആക്കിയാൽ മതി കേട്ടോ. ഹലോ ഗൈസ്, ഇനി നമ്മുടെ റിമോട്ട് കൺട്രോൾ, നമ്മുടെ ഈ ഒരു ബട്ടനാണ്. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെയും ക്ലിക്ക് ചെയ്യാം. അല്ലാതെ വേണമെങ്കിൽ നമുക്ക് സ്വൈപ്പ് കാണിച്ചത് ഞാനിങ്ങനെ വെച്ചത് കേട്ടോ. ഓക്കെ, ഇത്രയാണ് റിമോട്ട് കൺട്രോൾ. വേണമെങ്കിൽ ഈ സ്റ്റാൻഡ് വലുതാക്കാൻ പറ്റും, അത് വേറെ കാര്യം. നമുക്ക് വലുതാക്കാം. അതിനുള്ളത് പോലെ ഹലോ ഗായ്സ്, ഇങ്ങനെ നടത്താൻ പറ്റും. അപ്പം ഇതിൽ ഞാനിന്ന് ഞാൻ 2 പാർട്ടായിട്ടാണ് ഉള്ളത്. ഈ ഒന്നാമത്തെ പാർട്ടാണ്. രണ്ടാമത്തെ പാർട്ടിൽ ഈ ഒരു വീഡിയോ ഇതെന്ന് വെച്ചാൽ നമുക്ക് ഇത് ലോങ് വീഡിയോ ആണ്. കാരണം ഈ പാർട്ട് ഇപ്പം ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ അത് ഒന്നിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ കുറേ വീഡിയോ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ ഇന്ന് എൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പുതിയ ഗണപതി പോയതാണ്. ആദ്യമായിട്ടൊന്നുമല്ല, 2 പ്രാവശ്യം പോയിട്ടുണ്ട് എക്സ്ട്രാ. ഇവിടെ പരിചയം ഇത് 15,000 എന്തോ വാങ്ങിച്ചപ്പോൾ 100 രൂപയ്ക്ക് നമുക്ക് എന്ത് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. അപ്പം അതിന് വേറെ ഒന്നും കിട്ടിയില്ല. സോഫ്റ്റ് ടോയ്സ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും 100 രൂപയ്ക്ക് ഇല്ല. 200, 300, പിന്നെ 500 രൂപ അങ്ങനെയൊക്കെ ഉള്ളൂ. അതുകൊണ്ട് അച്ഛൻ വാങ്ങിച്ചതാണ്. അച്ഛന് വാങ്ങിച്ച് ഞങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെച്ചെടുക്കണം, എന്നാലും ഞങ്ങൾക്ക് ഇത് കിട്ടും. എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നൊക്കെ തന്നെയാണ് കേട്ടോ, അതേ സൈസാണ് കണ്ടോ. ഈ ഒരു വാച്ച് ലൈറ്റൊക്കെ കത്തുണ്ടോ? ലൈറ്റൊക്കെ കത്തും. ഇവിടെ സോറി, ആ ലെറ്റ് ബ്ലൂ ലൈറ്റ് ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പം ഞാൻ ആ ഒരു വീഡിയോ കാണിച്ചു തരാം.